To view this video in English, please click the link given above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ മോഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഗ്രാഫ് എല്ലാം റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. വി ടി ഗ്രാഫ്, ഡി ടി ഗ്രാഫ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? 3 ഇക്വേഷൻസ് ആണുള്ളത്. v is equal to u plus at, v square minus u square is equal to 2as, s is equal to ut plus half at square. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് v is equal to u plus at. അതിൽ വരുന്ന ഏതെല്ലാം ആൽഫബറ്റ്സ് ആണെന്ന് നോക്കൂ. നമുക്കിത് ഓരോന്നും മനസ്സിലാക്കാം. നിങ്ങൾക്കിത് ഓൾറെഡി അറിയാം അല്ലേ? യു എന്ന് വെച്ചാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി, അതായത് ഒരു വസ്തു ചലിച്ചു തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് വെലോസിറ്റി. അപ്പോൾ ഒരു വസ്തു റെസ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി ആയിരിക്കും. ഫൈനൽ വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? v. അതുപോലെ ഈ ഓബ്ജക്റ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ഫൈനൽ വെലോസിറ്റി എന്താകും? 0 ആകും അല്ലേ? പിന്നെ t എന്താണ്? ടൈം. പിന്നെ കാണുന്നത് a ആണ്. a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. പിന്നെ ഉള്ളതോ എസ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഈ ഇക്വേഷൻസ് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. v is equal to u plus at. ഇവിടെ നമ്മൾ കാണിക്കുന്നത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ബന്ധമാണ്. അതേസമയം s is equal to ut plus half at square, അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അതിന് നമ്മൾ കാണിക്കുന്നതോ ഡിസ്റ്റൻസ് ട്രാവൽഡും, അതായത് സഞ്ചരിച്ച ദൂരവും ഒപ്പം ടൈമും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ഇനി ഇത് രണ്ടിൽ നിന്നും ടൈമിനെ മാറ്റിക്കഴിഞ്ഞ് കിട്ടുന്നതാണ് മൂന്നാമത്തെ ഇക്വേഷൻ, v square minus u square is equal to 2as. ഇനി നമുക്കിത് ഓരോന്നും ഒരു വി ടി ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു വി ടി ഗ്രാഫ് ഉണ്ട്. വി ടി ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി y ആക്സിസിലും ടൈം x ആക്സിസിലുമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് a എന്ന പൊസിഷനിൽ നിന്ന് സഞ്ചരിച്ച് ബിയിലെത്തുകയാണ്. അപ്പം ഇവിടെ നിന്നാണ് അതിൻ്റെ ഇത് വെലോസിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നാണ് വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് 0. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അത് അറ്റൈൻ ചെയ്ത വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി. നമുക്കതിനെ u എന്നെടുക്കാം. അപ്പോൾ OA ആണ് നമ്മുടെ u. ഇനി ഈ ബിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് v, ഫൈനൽ വെലോസിറ്റി. അതായത് ബി എത്തി നിൽക്കുന്ന വെലോസിറ്റി എന്താണ്? v. അപ്പോൾ യുവിലിരുന്ന ഓബ്ജക്റ്റ് ഇപ്പോൾ വിയിലെത്തി. ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇനി അത് എത്ര ടൈം എടുത്തു? ഇവിടെ സി എന്നിട്ടാൽ ഈ OC എന്ന ടൈമിലാണ് ഇത് ഇത്രയും വെലോസിറ്റി അറ്റൈൻ ചെയ്തത്. അപ്പോൾ ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇത് ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈനും കൂടി വരയ്ക്കുകയാണ്, BAD. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ ഏതാണ്? v is equal to u plus at. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ വെലോസിറ്റി എത്രയാണ്? 0യിൽ തുടങ്ങിയാൽ v ആണ് ഫൈനൽ വെലോസിറ്റി. BC എന്നതാണ് ഇവിടുത്തെ വെലോസിറ്റി. നമുക്കറിയാം BC എന്ന് പറയുന്നത് BDയും CDയും ചേർത്ത് കിട്ടിയതാണ് അല്ലേ? BD പ്ലസ് CD ആണ് നമ്മുടെ ടോട്ടൽ വെലോസിറ്റി. ഇനി നമുക്കതിന് എന്തായിട്ട് എഴുതാം? v is equal to BD പ്ലസ് ഈ CD എന്ന് പറയുന്നത് OAക്ക് സമമാണ് അല്ലേ? അപ്പോൾ നമുക്ക് OA എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഇനി OA എന്താണ് നമ്മൾ മനസ്സിലാക്കി? u. അപ്പോൾ നമുക്കിതിനെ u പ്ലസ് BD എന്ന് എഴുതാം. അപ്പോൾ OAക്ക് പകരം ഞാൻ എന്തെഴുതി? u എന്ന് എഴുതി. സോ നമ്മുടെ ഇക്വേഷൻ ഇപ്പം എന്തായി? v is equal to u plus BD. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി നോക്കൂ, ആക്സിലറേഷൻ നമുക്ക് കാണണം. എങ്ങനെയാണ് ആക്സിലറേഷൻ വി ടി ഗ്രാഫിൽ നിന്ന് കണ്ടെത്തുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ വി ടി ഗ്രാഫാണ് നമുക്ക് ആക്സിലറേഷൻ തരുന്നത്. ഏരിയ ആണെങ്കിലോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? y കോർഡിനേറ്റ് ഡിഫറൻസ് ഇൻ ദ y കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഇൻ ദ x കോർഡിനേറ്റ്. അതായത് y കോർഡിനേറ്റിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ വെലോസിറ്റി ആണ് അല്ലേ? ഡിഫറൻസ് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? BD. അതായത് യുവിൽ നിന്ന് v വരെയുള്ളത് BD ആണ്. ബൈ ഡിഫറൻസ് ഇൻ ടൈം, ഡിഫറൻസ് ഇൻ ടൈം AD ആണ്. ഈ ഗ്രാഫിലെ സ്ലോപ്പ് നോക്കുമ്പോൾ അത് കറസ്പോണ്ടിങ് എന്താണ്? OC ആണ്. അപ്പോൾ എനിക്ക് OC എന്ന് എഴുതാം, അല്ലെങ്കിൽ AD എന്ന് എഴുതി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ OC എന്ന് എഴുതാം. കാരണം ADയും OCയും സെയിം ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് റീറൈറ്റ് ചെയ്ത് എന്ത് എഴുതാം? BD ബൈ OC എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ടേക്കൺ ഫോർ ദ വെലോസിറ്റി, ദറ്റ് ഈസ് t. സോ നൗ ഐ എം റൈറ്റിംഗ് A is equal to BD upon t. അപ്പോൾ എനിക്ക് BD എന്താണെന്ന് കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ AT. ഇത് ഞാൻ ഇക്വേഷൻ 2 ആണെന്ന് എഴുതി. അപ്പോൾ ഈ BDയുടെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു.
അപ്പോൾ എന്തെനിക്ക് കിട്ടും? V is equal to U plus BD എന്താണ്? 80. സോ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ലഭിച്ചു. അപ്പോൾ എങ്ങനെയാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ BC, അത് BDയുടെയും CDയുടെയും ഒരു സമ്മാണ്. അപ്പോൾ BDയോട് കൂടി CDക്ക് പകരം OA ആഡ് ചെയ്യാം. OA എന്ന് പറയുന്നത് U ആണ്. സോ V is equal to U plus BD എന്ന് കിട്ടി. ഇനി ഈ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫാണ് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം, BD by AD. ഇതിൽ BD by ADക്ക് പകരം നമ്മൾ OC എടുത്തു. സോ BD by OC is T. സോ BD is equal to 80. അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ V is equal to U plus 80 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എടുത്തിട്ട് വേണം നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനായ S is equal to UT plus half AT square എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ VT ഗ്രാഫിൽ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഒരു VT ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ VT ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ VT ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് അല്ലേ? ഇതൊരു ടോട്ടലി നമുക്കൊരു ട്രപ്പീസിയായിട്ട് എടുക്കാം. OABC എന്നൊരു ട്രപ്പീസിയായിട്ട് എടുക്കാം. പക്ഷേ നമുക്ക് രണ്ട് രീതി കാണാം. ഒന്ന്, നമ്മൾ ടോട്ടലായിട്ട് ഒരു ട്രപ്പീസിയമായിട്ട് എടുത്തിട്ട് ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇക്വേഷനെ ബേസ് ചെയ്തിരിക്കും. ഇനി ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ നമുക്ക് OA ഇൻറ്റു OC എന്ന് എടുക്കാം. പ്ലസ് മറ്റേ ട്രയാങ്കിളിൽ എന്താണ്? ഹാഫ് ഇൻറ്റു BD ഇൻറ്റു AD. ഓക്കെ, അപ്പോൾ ഇവിടെ OA എന്താണെന്ന് നമുക്കറിയാം. OA എന്ന് പറയുന്നത് എന്താണ്? U ആണ്. ഇൻറ്റു OC ഏതാണ്? ടൈമാണ് അല്ലേ? U ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു BD എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു? 80 ആണെന്നല്ലേ? ആ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫാണ് ആക്സലറേഷൻ. അങ്ങനെ എടുത്തപ്പോൾ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു BD ബൈ ടൈം, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ദ y axis by change in the x axis. So BD by time we got. So cross multiplication we get BD is equal to 80 into what is AD? Corresponding to this AD is also T. So now if you write UT plus half AT square, S is equal to UT plus half AT square. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനായ B square minus U square is equal to 2AS എന്നുള്ള ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് നേരിട്ട് ഏരിയ ഓഫ് ദ ട്രപ്പീസിയം കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? S is equal to ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് എന്താണ്? OABC അല്ലേ? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് OA പ്ലസ് വാട്ട് ഈസ് അതർ സൈഡ് BC ഇൻറ്റു ഹൈറ്റ്. ഇവിടെ എന്തായിട്ട് എടുക്കാം? OC അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു OA എന്ന് പറയുന്നത് എന്താണ്? U പ്ലസ് BC എന്ന് പറയുന്നത് എന്താണ്? V ഇൻറ്റു OC എന്ന് പറയുന്നത് ടൈമാണ്. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ച് നോക്കിയാൽ V is equal to U plus AT. അതിൽ നിന്ന് നമ്മൾ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ യുവിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. V minus U അപ്പോൾ A ഡിനോമിനേറ്ററിൽ വന്നു. സോ T V minus U by A എന്ന് കണ്ടു. അപ്പോൾ നമുക്കിവിടെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു U plus V ഇൻറ്റു V minus U by A. കാരണം ടിക്ക് പകരം നമ്മൾ ഈ വാല്യൂ ഫ്രം ദിസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? S is equal to U plus V upon 2 ഇൻറ്റു V minus U upon A. ഈ V plus U and V minus U എന്താണ്? A plus B ഇൻറ്റു A minus B അല്ലെ? A സ്ക്വയർ മൈനസ് B സ്ക്വയർ അല്ലെ? V സ്ക്വയർ മൈനസ് U സ്ക്വയർ ബൈ 2A. അപ്പോൾ S is equal to V square minus U square by 2A. Therefore V square minus U square is equal to 2AS. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ മൂന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ സ്ലോപ്പ് വെച്ച് ഡിറൈവ് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഏരിയയാണ് കണ്ടത്, പക്ഷെ അത് ട്രപ്പീസിയവും ആയിട്ട് എടുത്തില്ല, പകരം റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ സെപ്പറേറ്റ് കണ്ടു. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തത്.
ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നല്ല വ്യക്തമായി പഠിക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.